ജഡ്ജ്മെന്റിൽ ആദ്യം പറഞ്ഞിരിക്കുകയാണ്, ഒരാൾ തൂങ്ങി മരിച്ചാൽ അല്ലെങ്കിൽ തൂക്കിക്കൊന്നാൽ രക്തം, മലമൂത്ര വിസർജനം എന്നിവയുടെ സാന്നിധ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്തില്ല. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അന്നത്തെ ദിവസം പോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വീട്ടിൽ പോകുന്നില്ല, പിറ്റേ ദിവസമാണ് പോകുന്നത്. അപ്പോൾ അതാണ് ലെഥാർജിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി വന്നിട്ട് പോലീസിനെ പ്രശംസിക്കുകയാണ്. ഈ നാടിന് മുഴുവൻ അപമാനമല്ലേ സർ? നാടിന് മുഴുവൻ അപമാനം. 5 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയിട്ട് നിങ്ങളുടെ പോലീസ് ഇതുപോലെയാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ എവിടെയാണ് സാർ നീതി കിട്ടുന്നത്? അട്ടപ്പാടിയും വാളയാറും അത് തന്നെയാണ് വണ്ടിപ്പെരിയാറിൽ ആവർത്തിക്കപ്പെട്ടത്. നിങ്ങളിപ്പോ നടപടിയെടുക്കുന്നൊക്കെ പറഞ്ഞു. ഡിസംബർ 14-ാം തീയതി ജഡ്ജ്മെന്റ് വന്നല്ലേ? ഇന്ന് എത്രയാ തീയതി? 1-ാം തീയതി. 1.5 മാസം കഴിഞ്ഞ് നിങ്ങൾ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അപ്പീൽ കൊടുത്തെന്ന് പറഞ്ഞു. ഇതേ എവിഡൻസ് ആയിട്ടല്ല അപ്പീൽ പോകുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, ഒരു വിദേശ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട കേസ്. അത് റീഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായ തെളിവുകൾ വെച്ച് കൊടുത്തില്ലേ? അപ്പോഴല്ലേ അത് ശിക്ഷിച്ചത് ആ കേസിൽ, ഒരു വിദേശ പെൺകുട്ടിയുടെ കേസിൽ. അപ്പോ അപ്പീൽ പോകുന്നത് മാത്രമാണ് നടപടി. നിങ്ങൾ എന്ത് നിയമ നടപടികളാണ്, എന്ത് നിയമോപദേശമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്? അപ്പൊ ഇതേ കേസുമായിട്ട് വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്, അപ്പീലുമായിട്ട്, ഇതേ എവിഡൻസുമായിട്ട്. ഈ എവിഡൻസും ഈ ജഡ്ജ്മെന്റുമായി വെച്ചാൽ എന്ത് നീതി കൊടുക്കാൻ പറ്റും ആ കുടുംബത്തിന്? എന്ത് നീതി കൊടുക്കാൻ പറ്റും? അപ്പോൾ ഒരു റീഇൻവെസ്റ്റിഗേഷൻ പോലും നിങ്ങൾ മനഃപൂർവ്വമായി തയ്യാറായില്ല. നിങ്ങളുടെ പാർട്ടിക്കാരുടെ ആവശ്യപ്രകാരം ഈ പ്രതിയെ രക്ഷിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ മനഃപൂർവ്വമായ ശ്രമം കേരളത്തിന് മുഴുവൻ അപമാനകരമായ ഈ സംഭവത്തിൽ ഉത്തരവാദി 1-ാം പ്രതി സർക്കാരാണ്. 1-ാം പ്രതി